ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റിവ്യൂ മീഡിയ. അപ്പം നമ്മുടെ വേൾഡ്സ് ഫസ്റ്റ് അക്വേറിയം ഷോപ്പ് മെയ്ഡ് ബൈ സിംഗിൾ മാൻ എന്ന ടൈറ്റിൽ നമ്മൾ പറയുന്നത് വെറുതെ ഒന്നുമല്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ്, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് എടുത്തിരിക്കുന്നത്, ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ തന്നെ ഫസ്റ്റ് ആയിട്ടുള്ള നമ്മൾ അക്വേറിയം വെക്കാനുള്ള GP പൈപ്പിന് അല്ലെങ്കിൽ MS പൈപ്പിൻ്റെ സ്ട്രക്ചറാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അപ്പം അതിനായിട്ട് നമ്മൾ GP പൈപ്പാണ് എടുക്കുന്നത്. GP പൈപ്പ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഏത് സൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1.5-3 നമ്മൾ GP പൈപ്പ് യൂസ് ചെയ്യുന്നത്. 1.5-3 പിന്നെ കാലുകൾ നമ്മൾ യൂസ് ചെയ്യുന്ന 1.25 ഇഞ്ചിൻ്റെ കാലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സ്ട്രക്ചറിൻ്റെ നമ്മൾ ഏകദേശം നമ്മൾ അളവുകൾ പറയുമ്പോൾ ഏകദേശം 15 അടി, 8 അടി, 9 അടി, 3 അടി അങ്ങനെയാണ് നമ്മൾ ടാങ്കുകൾ സെറ്റ് ചെയ്യുന്നത് സിസ്റ്റം ടാങ്കിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ട്രൈപോഡ് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം നമ്മളിപ്പോൾ ഫസ്റ്റ് എടുക്കുന്ന ടാങ്കുകൾ ഓരോന്ന് അതിൻ്റെ ലെങ്ത് വൈസ് ആണ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇത് 16 സ്ക്വയർ എംഎമ്മിൻ്റെ പൈപ്പ് എടുത്തിട്ടാണ് നമ്മൾ മാക്സിമം ഗേജും കാര്യങ്ങളും കിട്ടാനും ഏറ്റവും ഉള്ളതിൽ തന്നെ ഏറ്റവും നല്ല പൈപ്പാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ ഗേജും കാര്യങ്ങളും കിട്ടും. പിന്നെ നമ്മൾ കട്ടിങ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 15 അടി, 8 അടി, 9 അടി, 3 അടിയാണ് ലെങ്ത് വൈസ് നമ്മൾ ഇതിന് കട്ട് ചെയ്യുന്നത്. പിന്നെ അതുപോലെ നമ്മൾ എടുത്തിട്ടിരിക്കുന്നത് 1.25 അടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ സ്ക്വയർ പൈപ്പ് കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി കാര്യങ്ങൾ GP പൈപ്പിൽ തന്നെ നമുക്ക് പല ടൈപ്പ് ഉണ്ട്. സ്ക്വയർ അല്ലാണ്ട് സർക്കിളൊക്കെ ഉണ്ട്. സർക്കിളാകുമ്പോൾ നമുക്ക് ടാങ്ക് വയ്ക്കാനുള്ള കുറച്ച് ബുദ്ധിമുട്ടും കാര്യമാണ്. സ്ക്വയർ ആകുമ്പോൾ ശരിക്കും നമുക്ക് ബേസ് വേണ്ട. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഓൾറെഡി പൈപ്പും കാര്യങ്ങളും അല്ലെങ്കിൽ സ്ക്വയർ പൈപ്പ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളതിൻ്റെ ജോയിൻസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അത്രയും നമ്മൾ പ്രൊഫഷണൽ അല്ലാത്ത കാരണം നമുക്ക് അതിൻ്റെ ഒരു 90 ഡിഗ്രി നമുക്ക് ഇതിൻ്റെ പോയിന്റ്സ് എല്ലാം പെർപെൻഡിക്കുലർ ആയിട്ട് 90 ഡിഗ്രി കിട്ടുന്നത്. അപ്പം നമ്മളിപ്പോൾ നമുക്ക് ആമസോണിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന ഒരു ടൂളാണ് ഉള്ളതിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് 90 ഡിഗ്രി നമുക്ക് കോർണേഴ്സ് 90 ഡിഗ്രി കറക്റ്റ് കിട്ടും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ ബ്രാക്കറ്റ് എടുത്തിട്ട് നമ്മൾ ആ ഒരു സ്ലോട്ടിലേക്ക് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് 90 ഡിഗ്രി കിട്ടുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ സിമ്പിളായിട്ട് നമുക്ക് വെൽഡിങ് ചെയ്യാനും ആരും പിടിക്കാണ്ട് തന്നെ നമുക്ക് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇതൊരു നല്ല ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ടൂളാണ്. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ഓരോ ടാങ്ക് വെക്കാനുള്ള ബേസിൻ്റെ സ്ട്രക്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോരോ ബേസുകൾ വേണമല്ലോ. അപ്പം നമ്മളിപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു 5 നില അല്ലെങ്കിൽ 5 സ്റ്റെപ്പായിട്ട് വെക്കാനാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് 5 സ്റ്റെപ്പ് ഓരോരോ ടാങ്ക് സൈസിന് 5 സ്റ്റെപ്പ് വേണം. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ ബേസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബേസിൽ നമ്മൾ വെൽഡ് ചെയ്യണം. അപ്പോൾ വെൽഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വേറൊരു ടൂളും കൂടി എൻ്റെ അടുത്ത് കാണുന്നത്. അത് നമുക്ക് റൈറ്റ് ആംഗിൾ അല്ലെങ്കിൽ 90 ഡിഗ്രി കറക്റ്റായിട്ട് അതിൻ്റെ കോർണർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെൽഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കറക്റ്റ് കിട്ടാനും അതുപോലെ നീങ്ങി പോവാതിരിക്കാനും അത് മാഗ്നറ്റ് ഉള്ളത് കൊണ്ട് പെട്ടെന്ന് നീങ്ങിപ്പോവില്ല. പിന്നെ നമ്മൾ വെൽഡ് ചെയ്യണ വെൽഡിങ് റോഡ് ഇവിടെ യൂസ് ചെയ്ത് മെൻറോഡിൻ്റെ വെൽഡിങ് റോഡാണ്. അത് നല്ലൊരു വെൽഡിങ് റോഡാണ്. അപ്പോൾ ഞാനിപ്പോൾ എടുത്ത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി പിടുത്തം കാര്യങ്ങളും കുറവും അതുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ വെൽഡിങ് റോഡിൻ്റെ കാര്യം എടുത്ത് പറയുന്നത്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഓരോ ടൂൾസ് അതുപോലെ തന്നെ എന്തൊക്കെ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ട് അതിനൊക്കെ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ കുറച്ചുകൂടി അത് യൂസ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മൾ വെൽഡ് ചെയ്യുമ്പോൾ പല ആൾക്കാരും പല രീതിയിൽ വെൽഡ് ചെയ്യും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുക ഗേറ്റ്സ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ സേഫ്റ്റി മെഷേഴ്സ്, ഗ്ലൗസ് കാര്യങ്ങൾ, ഗ്ലാസും കാര്യങ്ങളൊക്കെ മാക്സിമം യൂസ് ചെയ്തിട്ട് ഇതിന് ഇടാൻ നോക്കാം. അതുപോലെ തന്നെ വെൽഡിങ് ചെയ്യുമ്പോൾ ലൈറ്റുള്ള സ്ഥലത്ത് വെൽഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ കാണാനും ഓട്ടയാവാതിരിക്കാനൊക്കെ വെൽഡ് ചെയ്യാൻ യൂസ് ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ ഇത് പറഞ്ഞുകൊണ്ട് പോകുന്ന നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവാനും കുറച്ചുകൂടി നല്ല രീതിയിൽ ചെയ്യാൻ നമുക്ക് പറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. നമ്മൾ വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ഉരച്ച് കളയണം. അപ്പോൾ എന്തെങ്കിലും വെൽഡിങ് ചെയ്യാത്തത് അല്ലെങ്കിൽ ആവാത്ത ഭാഗം ഉണ്ടെങ്കിൽ ഒന്നുകൂടി നമുക്ക് വീണ്ടും റീവെൽഡിങ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 4 കോർണർ നമ്മൾ വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ നമ്മൾ എഡ്ജസ് നമ്മൾ വെൽഡ് ചെയ്യും. കുറച്ചുകൂടി നമ്മൾ വെൽഡിങ്ങിൽ തന്നെ നമ്മൾ എല്ലാ സൈഡും കാര്യങ്ങളും നന്നായിട്ട് ചെക്ക് ചെയ്തിട്ടാണ് വെൽഡ് ചെയ്യേണ്ടത്. ഒരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വെയിറ്റും കാര്യങ്ങളും നമുക്ക് ഈ ടാങ്ക് വയ്ക്കുമ്പോൾ കയറും. കാരണം ഓൾമോസ്റ്റ് നമുക്കൊരു 1.5 അടി നീളം 1.25 അടി വീതിയും 1 അടി ഹൈറ്റുമാണ് നമ്മൾ ടാങ്കുകൾ ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലത്തെ ടാങ്കുകളാണ് നമ്മൾ ചെയ്യുന്നത്. ഏകദേശം 100 ടാങ്കിൻ്റെ മേലെ നമുക്ക് ടാങ്കുകൾ അതിൽ തന്നെ വരും.
ഏകദേശം. പിന്നെ അതുപോലെ നമ്മൾ വെൽഡ് ചെയ്യുമ്പോൾ നമ്മുടെ ടാങ്ക് ശരിക്കും ഇതിൻ്റെ ബേസിലാണ് ശരിക്കും ടാങ്ക് കാര്യങ്ങളും വരുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടി നമുക്ക് വേറെ പലകയോ അല്ലെങ്കിൽ നമുക്ക് വേറെ ഫ്രെയിമോ അതിൻ്റെ മേലെ ഇടാതെ തന്നെ നമുക്ക് ഫിഷ് ടാങ്ക് കയറ്റി വയ്ക്കാനായിട്ട് സാധിക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് ടോപ്പിൽ തന്നെ കറക്റ്റ് ലെവലിൽ വെൽഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. നമ്മൾ ഇതുപോലെ നമ്മൾ വെൽഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് വെൽഡിങ്ങിൻ്റെ ബേസിക്കും കൂടി പറഞ്ഞു പോവാണ്. നമ്മൾ കറക്റ്റായിട്ട് വെൽഡ് ചെയ്ത് പോയാൽ പൊന്തിക്കുന്നില്ലെങ്കിൽ ഫിഷ് ടാങ്ക് പൊട്ടലും കാര്യങ്ങളും കുറവായിരിക്കും. കാരണം നമുക്ക് എവിടെയെങ്കിലും ഇതിൻ്റെ ആഫ്റ്റർ ഇതിൻ്റെ ഫിഷ് ടാങ്കൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും സൈഡ് പൊന്തി നിൽക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഫിഷ് ടാങ്ക് എന്തായാലും പൊട്ടിപ്പോകും. അത് കാരണം കൊണ്ട് തന്നെ നമ്മൾ വെൽഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഗ്രൈൻഡ് ചെയ്ത് കളയുമ്പോൾ കറക്റ്റായിട്ട് തുമ്പും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ട് വെൽഡ് ചെയ്ത് പോവുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. വെൽഡിങ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മളെപ്പോഴും ഹാർഡായിട്ടുള്ള അല്ലെങ്കിൽ തിക്കായിട്ടുള്ള കുറച്ചും സ്ട്രോങ് തിക്കായിട്ടുള്ള പൈപ്പിൽ നിന്നും തിക്ക് കുറവുള്ള അല്ലെങ്കിൽ കട്ടി കുറവുള്ള പൈപ്പാണ് ശരിക്കും വെൽഡ് ചെയ്യേണ്ടത്. അത് വെൽഡ് ചെയ്യുന്ന ആൾക്കാർക്ക് കറക്റ്റായിട്ട് ശരിക്കും അറിയാം. അപ്പോൾ നമുക്കത് പെട്ടെന്ന് വെൽഡ് ചെയ്യാനും കത്തി പോകാതിരിക്കാനും മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഡിസ്റ്റൻസ് ഒരടിയോളം ഡിസ്റ്റൻസ് വിട്ടിട്ടാണ് നമ്മളിപ്പോൾ കാലുകൾ അല്ലെങ്കിൽ ഇടകാലുകൾ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും സ്ട്രോങ് ആയിരിക്കും, സ്ട്രക്ചർ കുറച്ചും സ്ട്രോങ് ആവാനും കൂടുതൽ. ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയി പറഞ്ഞു പോകുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കുന്നവർക്ക് ഉണ്ടാക്കാൻ എളുപ്പത്തിൽ മനസ്സിലാവാനും വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ലെങ്ത്തും അളവും കാര്യങ്ങളും പറയുന്നത്. ഇത് കാണുന്ന ചിലവർക്ക് ഇത് നമുക്കത് ഉണ്ടാക്കാൻ ആഗ്രഹമില്ലാത്തവർക്ക് ഇത് ബോറിംഗ് ആയിട്ട് തോന്നും അല്ലെങ്കിൽ കുറച്ച് ലാഗായിട്ട് ഫീൽ ചെയ്യും. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇതൊന്ന് സ്കിപ്പ് ചെയ്ത് പോവാം. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഫുൾ ടൈം ലാപ്സ് ആയിട്ടുള്ള വീഡിയോ അടുത്ത് തന്നെ എൻ്റെ പാർട്ട് കഴിഞ്ഞ് നമ്മൾ ഫുൾ ടൈം ലാപ്സ് ആയിട്ട് വീഡിയോ ഒരു 1 മിനിറ്റ് 2 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ ചെയ്ത് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി നമ്മളിപ്പോൾ ഇതിൻ്റെ ഓൾമോസ്റ്റ് 15 അടി നീളത്തിലുള്ളതും 1.25 അടി വീതിയിലുള്ള ഒരു ബേസ് സ്ട്രക്ചറാണ് ഇപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് പാർട്ടായിട്ട് നമ്മൾ വീഡിയോസ് അടുത്ത് തന്നെ നമ്മൾ ഇറക്കുന്നതാണ്. അപ്പോൾ ഇനി ഇതിന് തുടർച്ചയായ മേക്കിംഗ് വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക.